അങ്ങ് ദൂരെ കാണുന്ന മലയുടെ മണ്ടയിൽ നിന്ന് സൂര്യൻ ഉദിച്ച് പറഞ്ഞതേ ഉള്ളൂ. എങ്ങനെയുണ്ട്? നൈസായിട്ടില്ലേ? വയനാട് ചുരം കയറുമ്പോൾ നമുക്ക് ഇതേപോലത്തെ നൈസായിട്ടുള്ള കുറേ വ്യൂസ് കാണാൻ പറ്റും. ഇപ്പം മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട് സീറ്റ് എടുത്തതെന്ന്. ബസ്സിൽ കയറിയപ്പോൾ അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഫ്രണ്ട് സീറ്റ് തന്നെ നമുക്ക് കിട്ടിയത്. ഇനി അങ്ങോട്ട് പോകുന്തോറും തിരക്ക് കൂടി വരും. താമരശ്ശേരി ചുരം കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ അത്യാവശ്യം നല്ല സമയമെടുക്കും. പക്ഷേ നല്ല നല്ല വ്യൂസ് ഉള്ള സ്ഥലമാണ്, അതുകൊണ്ട് നമുക്ക് ബോറടിക്കത്തില്ല. നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സ്റ്റേ എടുക്കാനുള്ള സ്പോട്ടിലോട്ടാണ്. പോകുന്ന വഴിക്ക് തന്നെ അത്യാവശ്യം കാണാൻ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് വയനാട് കാണാൻ വരുന്നത്. അതിൻ്റെ ഒരു ചെറിയ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. വയനാട് ഒരിക്കലും എന്നെ നിരാശപ്പെടുത്തൂലെന്ന് എനിക്കറിയാം. ഇങ്ങനത്തെ നല്ല നല്ല സ്പോട്ടുകൾ കാണുമ്പോൾ എങ്ങനെയാണ് വീഡിയോ എടുക്കാതിരിക്കുന്നത്? എനിക്ക് പൊതുവേ ചായ കുടിക്കുന്ന ശീലം അങ്ങനെ ഇല്ല. പണ്ട് ഞാൻ ഒരു വലിയ കപ്പ് ചായ വരെ കുടിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഇപ്പം എന്തോ അത് നിർത്തി. അതുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ചായ കുടിച്ച് വൈബടിച്ച് നിൽക്കാമായിരുന്നു. ചെറുതായിട്ട് വെയിലൊക്കെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ സൺസ്ക്രീം ഇട്ടിട്ടില്ല. പൊതുവേ ഞാൻ അങ്ങനെ സൺസ്ക്രീം ഇടാൻ മടിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. നമുക്ക് പരിചയമുള്ള ഒരു ചേട്ടൻ നമ്മളെ കൂടെ തന്നെ ഉണ്ട്, വയനാട് തന്നെയുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ എന്തെന്ന് വെച്ചാൽ നമ്മൾ വരുന്നതിൻ്റെ തലേ ദിവസം ഇവിടെ പുലി ഇറങ്ങിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ അധിക നേരം ഇവിടെ നിൽക്കുന്നത് അത്ര ശരിയല്ല. പിന്നെ ഇവിടെ ഉള്ളവർക്കെന്ന് പറയുമ്പോൾ പുലി ഇറങ്ങുന്നതൊക്കെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.